എന്റെ ഉമ്മത്തിന്റെ ആയുസ്, അധികവും എന്റെ ഉമ്മത്തിന്റെ ആയുസിന്റെ തോത് എന്ന് പറയുന്നത് 60-നും 70-നും ഇടയിലാണ്. അധികവും അങ്ങനെയാണ്. 60-70 വയസ്സുകൾക്കിടയിൽ ഒരു നേരം പോലും നഷ്ടപ്പെട്ടു പോകാത്ത രാത്രിയും പകലും മുഴുവനും സദാ നേരവും ഇബാദത്തിൽ കഴിഞ്ഞ കൂലി ലൈലത്തുൽ ഖദ്റിലൂടെ ലഭിക്കും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റമദാനിലാണ് ലൈലത്തുൽ ഖദ്ർ ഉണ്ടാവുക. ആർക്കെങ്കിലും ലൈലത്തുൽ ഖദ്ർ കിട്ടണമെന്ന് കൊതിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിന് താല്പര്യമുണ്ടെങ്കിൽ റമദാനിന്റെ അവസാനത്തെ 10കളിലെ ഒറ്റ രാത്രികളിൽ ഹയാത്താക്കിക്കോ. നല്ലവണ്ണം ശ്രദ്ധിച്ചോ. 21, 23, 25, 27, 29. പിന്നെ സാധ്യത ഏറിയ ഒരു രാവ് കൂടിയാണ് 27ന്റെ രാത്രി. അതിന് ധാരാളം മാനദണ്ഡങ്ങളുണ്ട്. ഖുർആൻ കൊണ്ട് അതിന് തെളിവ് പറയപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ സൃഷ്ടിജാലകങ്ങളിൽ 7നോട് വലിയ ബന്ധമുണ്ട്. 7 ആകാശം, 7 ഭൂമി, നരകത്തിന്റെ 7 തൊട്ടുകൾ, സൂറത്തുൽ ഫാത്തിഹ 7 ആയത്തുകൾ. ഇങ്ങനെ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ 7നോട് ധാരാളം സാമ്യമുണ്ട് എന്ന് പരിഗണിച്ചുകൊണ്ട് ലൈലത്തുൽ ഖദ്റും 7-ലാണ്, 27-ലാണ് വരിക എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സമാനതകളില്ലാത്ത വലിയ പണ്ഡിതന്മാർ അതിനെ അംഗീകരിച്ചിട്ടുണ്ട്. ഹബീബായ നബി തങ്ങളോട് ഒരു വൃദ്ധനായ സ്വഹാബി, വയോവൃദ്ധനായ മധ്യവയോധികനായ ഒരു സ്വഹാബി നബി തങ്ങളോട് പറഞ്ഞു, നബിയേ, എനിക്ക് പാതിരാത്രിയിൽ ഒരുപാട് നേരമൊന്നും ഇരിക്കാൻ കഴിയില്ല, ഒരുപാട് രാത്രികളിൽ ഒന്നും എനിക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. ഈ വൃദ്ധനായ എനിക്ക് ആ ലൈലത്തുൽ ഖദ്റിനോട് യോജിച്ച, അതിന് സാധ്യതയുള്ള, ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു രാത്രി എനിക്ക് പറഞ്ഞു തരണം നബിയെ. ഞാനൊരു വൃദ്ധനാണ്. ആ രാത്രിയിൽ ഞാൻ ലൈലത്തുൽ ഖദ്റിനെ തേടുകയും എനിക്ക് ലൈലത്തുൽ ഖദ്ർ ലഭിക്കുകയും ചെയ്യും നബിയേ, അങ്ങനെക്ക് വഴി പറഞ്ഞു തരണം എന്ന് ആ വൃദ്ധനായ സ്വഹാബി നബി തങ്ങളോട് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിക്ക് കൊടുത്ത മറുപടി, അലൈക ബിസ്സാബിഅതി. ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന റമദാനിന്റെ അവസാനത്തെ 10കളിൽ ഒറ്റ രാവുകളിൽ 27-ന് നീ നല്ലവണ്ണം ശ്രദ്ധിച്ചോ എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ്. അതുകൊണ്ടാണ് മുസ്ലിം ഉമ്മത്ത് ലോകത്താകമാനം പരിശുദ്ധമായ റമദാനിന്റെ 27ന്റെ രാവ് വളരെ ആദരവോടെ, ബഹുമാനത്തോടെ, സജീവമായി ഇബാദത്തിൽ പങ്കുകൊള്ളാറുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 29 നിസ്സാരമല്ല, 29 നമ്മൾ ശ്രദ്ധിക്കണം. ലൈലത്തുൽ ഖദ്ർ ആയാൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയേ, ഞാൻ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോ, ലൈലത്തുൽ ഖദ്റിനെ കൊതിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ എന്താണ് ചൊല്ലേണ്ടത്, ഞാൻ എന്താണ് പറയേണ്ടത്? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ആയിഷ, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന ദിക്ർ ആവർത്തിക്കുവാൻ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രാത്രിയിൽ ഖുർആൻ വർദ്ധിപ്പിക്കണം. ഖുർആൻ വർദ്ധിപ്പിക്കണം ആ രാത്രിയിൽ. സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ കാഫിറൂൻ, ആയത്തുൽ കുർസി, സൂറത്തുൽ യാസീൻ, ഇതൊക്കെ വളരെ പ്രധാനമായ അനേകം കൂലിയുള്ള സൂറത്തുകളാണ്. സൂറത്തുൽ ഇഖ്ലാസ് 3 തവണ പാരായണം ചെയ്യുമ്പോൾ ഖുർആൻ മുഴുവനും ഓതിയിരിക്കും. സൂറത്തുൽ കാഫിറൂൻ 4 തവണ ആവർത്തിക്കുമ്പോൾ ഖുർആൻ മുഴുവനും ഓതിയ കൂലി. സൂറത്തുൽ യാസീൻ 1 തവണ ഓതിയാൽ 10 തവണ ഖുർആൻ മുഴുവനും ഓതിയ കൂലി. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ആ രാത്രിയിൽ, ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാത്രിയിൽ ഖുർആനുമായി ബന്ധം വരണം. ആ രാത്രിയിൽ മഹാനായ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന രാത്രിയിൽ പ്രതിഫലം കൊതിച്ചുകൊണ്ട് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ആവർത്തിക്കുകയാണെങ്കിൽ, ആദ്യം അവൻ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് അവന്റെ സകല പാപങ്ങളും പൊറുക്കപ്പെടുന്നതാണ്. രണ്ടാമത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും, മൂന്നാമത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവന്റെ സ്വർഗ്ഗത്തിലെ പദവികളായി മാറുകയും ചെയ്യും.
ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇങ്ങനെ തഹ്ലീൽ വർദ്ധിപ്പിച്ചാൽ ആ രാത്രിയിൽ ഓരോ തഹ്ലീലിനും വണ്ണമായ കൂലിയുണ്ട്. ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാത്രിയിൽ പ്രത്യേകിച്ച് ഇശാ നമസ്കാരവും സുബഹി നമസ്കാരവും ജമാഅത്തായി തന്നെ നിർവഹിക്കണം. ആ 2 വഖത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കൽ കൊണ്ട് പാതിരാത്രിയിൽ മുഴുവനും ഇബാദത്ത് ചെയ്തത് കൂലി ലഭിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ റമദാനിൽ പ്രത്യേകിച്ച് അല്ലാത്തപ്പോഴും ഈ കൂലി കൊണ്ടും കുറവില്ല. ഈ 2 നമസ്കാരങ്ങൾ ജമാഅത്തായി നിർവഹിക്കുമ്പോ ആ രാത്രിയിൽ മുഴുവനും ഇബാദത്ത് ചെയ്ത കൂലി ലഭിക്കുന്നതാണ്. ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തസ്ബീഹ് നമസ്കാരത്തിന് വേണ്ടി സമയം കണ്ടെത്തണം. നമ്മുടെ ആയുസ്സിൽ ഒരു വട്ടമെങ്കിലും നമസ്കരിച്ചിരിക്കേണ്ട നമസ്കാരമാണ് തസ്ബീഹ് നമസ്കാരം. വർഷത്തിൽ ഒരിക്കലെങ്കിലും, അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഭാഗ്യവാന്മാർ എല്ലാ ദിവസവും തസ്ബീഹ് നമസ്കരിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശമാണ്. തസ്ബീഹ് നമസ്കാരം നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിസ്കരിക്കണം. വർഷത്തിൽ ഒരിക്കൽ, അല്ലെങ്കിൽ മാസത്തിൽ, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ഭാഗ്യവാന്മാർ എല്ലാ ദിവസവും തസ്ബീഹ് നമസ്കരിക്കും. തസ്ബീഹ് എന്ന സുന്നത്ത് നമസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് സാധാരണ നമസ്കരിക്കുന്നത് പോലെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു കൈകെട്ടുക, വജ്ജഹത്ത് ഓതുക, ശേഷം സൂറത്തുൽ ഫാത്തിഹ ഓതുക. നമുക്കറിയാവുന്ന ഏതെങ്കിലും ഒരു സൂറത്ത് ഓതിയാലും മതി. നമുക്കറിയാവുന്ന ഏതെങ്കിലും ഒരു സൂറത്ത് ഓതിയാൽ മതി. ശേഷം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് 15 തവണ ആവർത്തിച്ചു പറയുകയും 15 തവണ പൂർത്തിയായതിനു ശേഷം റുകൂഉ ചെയ്യുക. ആ റുകൂഇൽ പറയേണ്ട ദിക്ർ ചൊല്ലിയതിനു ശേഷം വീണ്ടും ആ ദിക്ർ 10 തവണ പറയുക. ഇഅ്തിദാലിലും അങ്ങനെ തന്നെ ചെയ്യണം, സുജൂദിലും അങ്ങനെ തന്നെ ചെയ്യണം. സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴും 10 തവണ പറയണം, വീണ്ടും സുജൂദ് ചെയ്യുമ്പോൾ 10 തവണ പറയണം. സുജൂദിൽ നിന്ന് നൃത്തത്തിലേക്ക് വരുന്നതിന് മുമ്പ് സുന്നത്തായ ഒരു ഇടയിലുള്ള ഇരുത്തമുണ്ട്, ചെറിയൊരു ഇരുത്തം. ആ ഇരുത്തത്തിലും 10 തവണ പറയണം. ഇങ്ങനെ ഒന്നാമത്തെ റക്അത്ത് പൂർത്തിയാകുമ്പോൾ 75 തവണ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ പൂർത്തിയാകും. 2 റക്അത്ത് കഴിയുമ്പോൾ അൽഹംദുലില്ലാഹ് 150 തവണ പൂർത്തിയാകും. രണ്ടാമത്തെ റക്അത്ത് കഴിയുമ്പോൾ സലാം വീട്ടുക, പിന്നെയും എഴുന്നേറ്റ് 2 റക്അത്ത് നിയ്യത്ത് വെച്ച് നിസ്കരിക്കുക. ഇങ്ങനെ 2 റക്അത്തിലും കൂടി സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ 2 റക്അത്ത് വീതം നമസ്കരിക്കുമ്പോൾ 4 റക്അത്തിലും കൂടി 300 തവണ ചൊല്ലുകയും നമസ്കരിക്കുകയും ചെയ്യുന്നതിനാണ് തസ്ബീഹ് നമസ്കാരം എന്ന് പറയുന്നത്. ഇത് ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാത്രിയിൽ വലിയ പുണ്യമാണ്, പോരിശയുള്ളതാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇത് പരിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വാക്കുകളാണ്. മലായികത്തുകൾ ചൊല്ലുന്ന ദിക്റാണ്. ഈ ദിക്ർ ചൊല്ലുന്നവന് ചൊല്ലുന്ന രാത്രിയിൽ ഹജ്ജ് ചെയ്തിട്ട് പോലെയാണ്, ഉംറ ചെയ്തത് പോലെയാണ്. അച്ചവനെ ധാരാളം നിഅമത്തുകളും പോരിശകളും നിറഞ്ഞ ദിക്റാണത്. ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ ഇത് ആവർത്തിക്കുന്നത് വളരെ ഗുണകരമാണ്. അല്ലാഹു തൗഫീഖ്